English previous questions. First question, find out the suitable article from the choice given below. Dash is the female sheep. ഇവിടെ എന്ന് പറയുന്നത് എ ആണ് ആൻസർ വരുന്നത്. അതായത് കൺസണന്റ് സൗണ്ടിനോടൊപ്പം എയും വവൽ സൗണ്ടിനോടൊപ്പം ആനുമാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഫ്രം സ്റ്റിമുലസ്. സ്റ്റിമുലസിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് സ്റ്റിമുലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ ഫോർ ദ conditional sentence. If you had studied well, you dash get the first rank. ഇവിടെ എന്ന് പറയുന്നത് സെൻറ്റൻസിന് സബോർഡിനേറ്റ് ക്ലോസ് if പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 എന്ന് വന്നാൽ മെയിൻ ക്ലോസ് സബ്ജക്റ്റ് പ്ലസ് വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കണം. ഇവിടെ സബോർഡിനേറ്റ് അതായത് if ക്ലോസിൽ ഹാഡും ഉണ്ട് V3 ഉണ്ട്. അപ്പോൾ മെയിൻ ക്ലോസിൽ വരേണ്ടത് സബ്ജക്റ്റിൻ്റെ കൂടെ വുഡോ ഷുഡോ കുഡോ മൈറ്റോ ഹാവ് പ്ലസ് V3 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് വുഡ് ഹാവ് ഗോട്ട് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ദ എക്സാം ഈസ് ഡാഷ് ദാൻ ലാസ്റ്റ് വൺ. ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ദെൻ എന്ന പദം കമ്പാരിറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ എക്സാമും നിലവിലെ എക്സാമും തമ്മിലുള്ള കമ്പാരിസനാണ് നൽകിയിരിക്കുന്നത്. അതിനാൽ ഈസിയുടെ കമ്പാരിറ്റീവ് രൂപമായ ഈസിയറാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ഈസ് ഈസിയർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ദ സിനോണിം ഓഫ് സോറിൻ്റെ സിനോണിം ഇവിടെ തന്നിട്ടില്ല, അത് ക്യാൻസൽഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസ്. ഐ ആം ആൻ ആർട്ടിസ്റ്റ് ഡാഷ്. ഇവിടെ ആൻസർ വരുന്നത് ആറിൻ്റെ ഐ ആണ് ആൻസറായിട്ട് വരുന്നത്. ഐ ആം ആരംഭിക്കുന്ന ഒരു സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് വേർഡ്സ്, അതായത് നെഗറ്റീവ് ഓക്സിലറി വെർബായ ആർ ഉപയോഗിക്കുന്നത്. അതായത് ആം നോട്ട് എന്ന് വെച്ചാൽ ആർ ഇൻറ്റ് ഐ ആണ്. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ് അപ്പാർട്ട് ഹെഡ്. ഇവിടെ എന്ന് പറയുന്നത് ആൻസർ വരുന്നത് സെപ്പറേറ്റ്നെസ് ആണ് ആൻസറായിട്ട് സിനോണിമായിട്ട് മീനിങ് ആയിട്ട് വരുന്നത്. വാട്ട് ഈസ് ദ മസ്കുലിൻ ജെൻഡർ ഓഫ് എ ഡച്ചസ് എന്ന് പറയുന്നത് മസ്കുലിൻ ജെൻഡർ എന്ന് പറയുന്നത് ഡ്യൂക്കാണ് മസ്കുലിൻ ജെൻഡർ എന്ന് പറയുന്നത്. അടുത്ത കുറച്ച് മലയാളം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പദം ഏത്? ഇവിടുത്തെ ശരിയായ പദം സതീർത്ഥ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പറയാൻ ആഗ്രഹിക്കുന്ന എന്നർത്ഥം വരുന്ന പദം എന്ന് പറയുന്നത് പറയാൻ ആഗ്രഹിക്കുന്ന എന്നർത്ഥം വരുന്ന പദമാണ് വിവശ എന്നാണ്. അതേകൂട്ട് പഠിക്കാനുള്ള ആഗ്രഹം പിബഡിഷ, പറയാനുള്ള ആഗ്രഹം വിവശ, അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, കാണാനുള്ള ആഗ്രഹം ദിദൃശ, ലാഭത്തോടുള്ള ആഗ്രഹം ലാഭേച്ഛ. തിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? തിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് മധുരം എന്ന് പറയുന്നത്. തൃപ്തി എന്ന് വെച്ചാൽ തൃപ്തിയുടെ വിപരീത പദം അതൃപ്തിയാണ്. ത്യാജ്യം എന്ന് വെച്ചാൽ ഗ്രാഹ്യമാണ് അതിൻ്റെ വിപരീതം. തിന്മയുടെ വിപരീതം നന്മ. തദീയം മദീയം ഇവയൊക്കെയാണ്. അടുത്തതെന്ന് വെച്ചാൽ ആപ്പിൾ ഓഫ് ഐ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ വിവർത്തനം എന്താണ്? ആപ്പിൾ ഓഫ് ഐ എന്ന് വെച്ചാൽ കണ്ണിലുണ്ണി എന്നാണ്. താഴെ കൊടുത്തിരിക്കുന്നവയെ മീൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? മീൻ എന്നർത്ഥം വരുന്ന പദമാണ് ചഷം എന്ന് പറയുന്നത്. അതായത് മത്സ്യത്തിന് മീന്, മീനം, ശമ്പരം, ചഷം ഇത്രയും പദങ്ങളാണ് ഉള്ളത്. അതായത് മീനിന് മീൻ, മീനം, ശമ്പരം, ചഷം ഇത്രയുണ്ട്. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് ശിങ്കിടി പാടുക എന്നാണ് ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി. അതേകൂട്ട് തന്നെ പച്ച ശൃംഗാരി എന്ന് വെച്ചാൽ രസികത്വം ചമഞ്ഞ് നടക്കുന്നവനെയാണ് പച്ച ശൃംഗാരി എന്ന് പറയുന്നത്. ഹൃദയപൂർവ്വം എന്ന് വെച്ചാൽ ആത്മാർത്ഥമായി. ഹൃദയഭേദകം എന്ന് വെച്ചാൽ അതിദാരുണമായത്. ഹാലിളക്കം എന്ന് വെച്ചാൽ കോപം കൊണ്ടുള്ള തുള്ളൽ. ദുർമുഖം കാട്ടുക, വെറുപ്പ് കാണിക്കുക. ഓട്ടക്കൈ, വലിയ ചിലവ്. അടുത്തത് കരി പ്ലസ് പുലി ചേർത്തെഴുതുക. കരി പ്ലസ് പുലി ചേർത്ത് എഴുതുമ്പോൾ കരിമ്പുലി എന്നാണ് വരുന്നത്. അതേകൂട്ട് തന്നെ
ചുമ എന്നർത്ഥം വരുന്ന പദം ഏത്? ചുമ എന്നർത്ഥം വരുന്ന പദമാണ് കാസം എന്ന് പറയുന്നത്. ചുമ എന്നർത്ഥം വരുന്ന പദമാണ് കാസം. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏത്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദമാണ് സ്വാമികൾ എന്ന് പറയുന്നത്. അതായത് ബഹുമാനാർത്ഥം ബഹുമാനാർത്ഥം യൂസ് ചെയ്യുന്ന പൂജക ബഹുവചനം. ഇനി വെയിൽ നാളം എന്ന പദത്തിൻ്റെ വിപുലീകരിച്ച രൂപം എന്ന് വെച്ചാൽ വെയിലിൻ്റെ നാളമാണ് വെയിൽ നാളം എന്ന് പറയുന്നത്. ഇനി പ്രപഞ്ചിക ദുഃഖം, അതായത് പ്രാപഞ്ചികമായ ദുഃഖം എന്നാണ്. ലോകഗ്രഹം എന്ന് വെച്ചാൽ ലോഹം കൊണ്ടുള്ള ഗ്രഹം. നീലകണ്ഠ ശൈലം എന്ന് വെച്ചാൽ നീലകണ്ഠൻ്റെ ശൈലമാണ്. സേവന വ്യഗ്രത, സേവനത്തോട് വ്യഗ്രത.